ഹായ് സുഹൃത്തുക്കളെ, ഇന്നലെ വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആദരാഞ്ജലികൾ. ആ അപകടം മലയാളിയുടെ മനസ്സിൽ വലിയ ഒരു വേദനയാണ് സൃഷ്ടിച്ചത്. മരിക്കും എന്ന കാര്യത്തിലാണ് മനുഷ്യർക്ക് ഇടയിൽ യാതൊരു തർക്കവുമില്ലാത്തത്. മറ്റുള്ള മുഴുവൻ കാര്യങ്ങളിലും മനുഷ്യർ രണ്ട് ചേരിയായി തിരിഞ്ഞ് പരസ്പരം കലഹിക്കുകയും തമ്മിലലിക്കുകയും ചെയ്യുന്നു. പക്ഷേ മരിക്കുമെന്ന കാര്യം ഉറപ്പുണ്ടായിട്ട് പോലും ഈ ലോകത്ത് വലിയ വലിയ അതിക്രമങ്ങളും കുപ്രസിദ്ധമായ കൂട്ടക്കൊലകളും ചെയ്യുന്ന എത്രയോ മനുഷ്യരാണ് നമ്മളുടെ കൺമുന്നിലുള്ളത്. ഉദാഹരണത്തിന് എടുത്തു കഴിഞ്ഞാൽ ഗസയിൽ ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി, അതുപോലെ തന്നെ സ്ത്രീകളെയും സാധാരണക്കാരെയും കൊന്ന് ആനന്ദം കണ്ടെത്തുന്ന നെതന്യാഹു ആണെങ്കിലും, ഇറാനിൽ അതിക്രമിച്ച് കയറി ബോംബ് വർഷം നടത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയാലും, ഇവരൊക്കെ ചിന്തിക്കുന്നില്ല താനും ഇതേ വഴിയിൽ തന്നെ അവസാനം കെട്ടടങ്ങുമെന്ന കാര്യത്തിൽ. ഒരുപക്ഷെ ഇതിലും ഭീകരമായ ഒരു മരണമാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഇത്തരം ക്രൂരതകൾ കാണിക്കുന്ന ഇത്തരം വൃത്തികെട്ട അല്ലെങ്കിൽ കുപ്രസിദ്ധരായ ജനങ്ങൾ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നു. ഇവരൊക്കെ കൂട്ടക്കൊലകൾക്ക് ശേഷം പത്രസമ്മേളനത്തിൽ വന്ന് കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് മാന്യമായി അന്തസ്സോടെ ഇവർ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഇത്ര ആക്രമിച്ചു എന്ന്, ഇത്ര പേരെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ഇത്ര സ്ഥാപനങ്ങൾ നശിപ്പിച്ചു എന്ന്. ഈ അത്യന്താധുനിക ലോകത്ത് എത്ര മോശമായ രീതിയിലാണ് സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്ന മനുഷ്യൻ്റെ പെരുമാറ്റമെന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കുറഞ്ഞ കാലമേ ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ. ഇന്നോ നാളെയോ നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സഹജീവികളെ, അത് ജാതിയും മതവും വർഗവും നോക്കാതെ പരസ്പരം സ്നേഹിച്ച്, കലഹിക്കാതെ, പരസ്പരം സഹായിച്ച്, പരസ്പരം ഒരുമയോടുകൂടി ജീവിക്കുവാനും ഈ ലോകത്തൊരു സമാധാനം നമ്മൾ വഴി ഒരു കുറഞ്ഞ സ്ഥലത്തെങ്കിലും നമുക്ക് ഒരു സമാധാനം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തിൽ ഏറ്റവും വലുതായി ഞാൻ കാണുന്നത്. അതിനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കട്ടെ. നമസ്കാരം.